ഹായ്, ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ചിക്കൻ കട്ട്ലേറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വെന്തെടുക്കണേ. ഒരു 15 മിനിറ്റോളം വെന്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് അതിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റി എടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ അതെല്ലാം ഉടച്ച് വെന്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഉരുളൻകിഴങ്ങ് വേണം. അപ്പോൾ നമുക്കൊന്ന് വെന്ത് എടുക്കാം. ആറിക്കഴിഞ്ഞതിന് ശേഷം നല്ല തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് ഇത് ഉടച്ചെടുക്കണേ. അപ്പോൾ വലിയ ഉരുളൻകിഴങ്ങായിട്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. നമുക്കൊരു 1/2 കിലോ ചിക്കന് ഒരു 1/4 കിലോളം ഉരുളൻകിഴങ്ങാണ് വേണ്ടത്. അപ്പോൾ 2 എണ്ണം പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും. മിക്സിയുടെ ജാറിലൊക്കെ ആകുമ്പോൾ ഒത്തിരി അങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു പോയത്. ഇങ്ങനെ കൈ വെച്ചുടയ്ക്കുമ്പോഴാണ് നല്ല കറക്റ്റ് പരുവം കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വഴറ്റി ചേർക്കാനായിട്ട് 2 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ആദ്യമേ. അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്താൽ സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കാരണം പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട്. കുരുമുളകാണ് ചേർക്കുന്നത്. 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ കുറച്ചിട്ടിട്ട് വേണം, മസാല ചേർത്തിട്ട് നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ചിക്കന് കുറച്ച് ഉപ്പിട്ടിട്ടാണ് വെന്തത്, അപ്പം പോരാ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് ഉടച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാമേ. ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാമേ. ഇത് പിന്നെ തണുത്തതിന് ശേഷം വേണം നമുക്കൊന്ന് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ മൊത്തം ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ച് വരത്തുള്ളൂ. ചൂട് ശരിക്കും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഈ ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഈ ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, അങ്ങനെ മൊത്തമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 മുട്ട എടുക്കണം. മുട്ട എടുത്തിട്ട് നിന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ 2 സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിനകത്ത് ആക്കി നമുക്ക് പൊരിച്ചെടുക്കാം. ചെറിയ ചീനച്ചട്ടി ഞാൻ എണ്ണ ലാഭിക്കാനായിട്ട് അങ്ങനെ ആക്കിയതാണ്. പക്ഷേ ഓരോന്നോരോന്നേ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് വേറൊരു പാൻ വെച്ചിട്ട് ആ എണ്ണ ഒഴിച്ചിട്ട് തന്നെ ഒരു 5-6 2 പ്രാവശ്യമായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കട്ട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ആയാലും ഇഷ്ടപ്പെടുന്നതാണ്. ചിക്കന് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അവർ കഴിച്ചോളും. അപ്പോൾ ചെറിയൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് കൂട്ടി കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. താങ്ക് യു.